എല്ലാവർക്കും സ്വാഗതം. ശരണീനോട് അവിടെ വന്നിട്ടുണ്ടായിരുന്ന ഒരാൾ പറയുന്നുണ്ടായിരുന്നു, നിൻ്റെ ഒരു വാക്കുകൊണ്ട് ഞങ്ങൾക്കുണ്ടായ അപമാനം ക്ഷീണമൊന്നും ഒരിക്കലും ഇനി മാറാൻ പോകുന്നില്ല. അതുകൊണ്ട് അതിൻ്റെ പ്രതികരണം അനുഭവിച്ചായിരിക്കും ഇനി പ്രഭാകരൻ്റെയും കുടുംബത്തിൻ്റെയും ദൈനംദിന ജീവിതം എന്ന് പറയുന്നുണ്ട് കേട്ടോ. ഇനി കണ്ണീരും കരച്ചിലൊന്നും വേണ്ട, പറഞ്ഞ വാക്കും മറന്നിട്ടൊന്നുമില്ല എന്നൊക്കെ അവർ പറയുകയാണ്. അത് കഴിഞ്ഞ് വനിതാ നേതാവ് പറയുന്നുണ്ടായിരുന്നു, ഇനിയിപ്പോൾ ഇങ്ങനെ സർക്കാർ ജോലിയും പിരിഞ്ഞു കിട്ടിയ പണം പ്രതീക്ഷിച്ച് പ്രഭാകരനും ശ്രീലതയും മോളെ വളർത്തണ്ട. ഇനി അങ്ങനെയുള്ള ഒരു സഹകരണം ഞങ്ങളിൽ നിന്നും നിങ്ങൾ പ്രതീക്ഷിക്കേണ്ട എന്ന് പറയൂ കേട്ടോ. ഇനിയിപ്പോൾ എന്ത് കാണാൻ നിൽക്കുക, നമുക്ക് പോവാം. ഇനിയിപ്പോൾ പ്രഭാകരനും കുടുംബത്തിന് സമാധാനം ആവട്ടെ എന്ന് പറയട്ടെ വനിതാ നേതാവ്. എന്നിട്ട് അവരങ്ങ് പോവും. അപ്പോൾ ശരണ്യയുടെ അച്ഛനും അമ്മയ്ക്കൊക്കെ ഭയങ്കര സങ്കടമായിട്ട്, ശരണ്യയുടെ അമ്മയാണെങ്കിലും പെട്ടെന്ന് ഉള്ളിലേക്ക് അങ്ങ് കയറി പോവുകയും ചെയ്യുന്നുണ്ട്. അച്ഛനാണെങ്കിൽ സങ്കടപ്പെട്ട് അവിടെ ചുമരും ചാരി നിൽക്കുകയാണ് കേട്ടോ. പിന്നീട് ബബിത ഫോണിൽ നോക്കിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് മനു അങ്ങോട്ടേക്ക് വരുന്നത്. മനു കാറൊക്കെ നിർത്തിയിട്ട് അങ്ങോട്ട് കയറി വരുന്ന കാണുമ്പോൾ തന്നെ ബബിത എഴുന്നേറ്റ് ചെന്ന് മനുവേട്ടനോ എന്ന് ചോദിക്കും. അപ്പോൾ നീ എന്താ ഇവിടെ വന്നിരിക്കുന്നതെന്ന് ചോദിക്കും കേട്ടോ. മനു ഒന്നുമില്ല എന്ന് പറയും. പിന്നീട് രോഹിനെ ജയിലിൽ നിന്ന് കൊണ്ടുവന്നില്ലേ എന്നൊക്കെ ചോദിക്കുമ്പോൾ കൊണ്ടുവന്നു എന്ന് പറയും. അപ്പോൾ ആരൊക്കെ പോയതെന്നൊക്കെ ചോദിക്കുന്നുണ്ട് മനു. അപ്പോൾ ഞാൻ അച്ഛനാ പോയതെന്ന് പറയും. അപ്പോൾ അവനൊന്ന് കാണാൻ വേണ്ടി വന്നതാന്ന് പറയുമ്പോൾ ബബിത പറയുന്നുണ്ട്, ഇപ്പോൾ കാണാതിരിക്കുന്നതാണ് ഭേദം, രോഹിയേട്ടനാകെ ആൾ മാറിയിരിക്കുന്നു, എല്ലാവരോടും ഭയങ്കര ദേഷ്യമാണ് എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അതുപോലെ തന്നെ ഫുഡ് കൊണ്ടുപോയി കൊടുത്ത സമയത്ത് അത് തട്ടിത്തെറിപ്പിച്ച കാര്യങ്ങളൊക്കെ തന്നെ പറയുന്നുണ്ടായിരുന്നേ. അപ്പോൾ മനു ചോദിക്കുന്നുണ്ട്, നിങ്ങൾ ഇങ്ങനെ അവനെ കളിയാക്കി ചിരിക്കുക എന്തെങ്കിലുമൊക്കെ ചെയ്തോ, അവനെ നോക്കി ചിരിക്കുക എന്തെങ്കിലുമൊക്കെ ചെയ്തോ, അവൻ്റെ ഫ്രസ്ട്രേഷൻ മനസ്സിലാക്കി വേണം നിങ്ങൾ അവനോട് പെരുമാറാൻ എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ബബിത പറയുന്നുണ്ട്, ഒന്നും ചെയ്തിട്ടും കാര്യമില്ല എന്ന്, എല്ലാവരോടും ഭയങ്കര ദേഷ്യമാണ്, ഏത് സമയവും വാതിലടച്ചിരിക്കുകയാണ്, ഇനിയിപ്പോൾ അങ്ങനെ നമ്മൾ വിളിച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ വാതിൽ തുറക്കുന്നത് കരിമ്പുലി ആയിരിക്കും, അത്രയ്ക്ക് ദേഷ്യമാണ്, രാജാവിനെ കൊട്ടാരത്തിൽ നിന്ന് വിളിച്ചുകൊണ്ടൊന്ന് കുടിലിരുത്തിയാൽ ഇത്രയും ദേഷ്യം കാണിക്കില്ല എന്നാണ് കേട്ടോ ബബിത പറയുന്നത്. അപ്പോൾ മനു പറയുന്നുണ്ട്, അങ്ങനെയാണെങ്കിൽ അവനൊരു സൈക്യാട്രിസ്റ്റിനെ കാണിക്കേണ്ടി വരുമല്ലോ എന്ന് പറഞ്ഞാൽ അകത്തേക്ക് കയറി. ഇപ്പോൾ കൃഷ്ണമോൾ അവിടെ ഉണ്ട്. ഇപ്പോൾ കൃഷ്ണമോളോട് സ്കൂളിൽ പോയില്ലേ എന്നൊക്കെ ഇങ്ങനെ ചോദിച്ചിട്ട് വിശേഷങ്ങളൊക്കെ ചോദിക്കും. എന്നിട്ട് അങ്കിൾ എവിടെയെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ കൃഷ്ണമോൾ പറയും, അച്ഛനെയും മകനെ ഇപ്പോൾ കാണാണ്ടിരിക്കുന്നതാണ് നല്ലത്, ഷോക്ക് അടിക്കുന്നു അറിയും കേട്ടോ. ഹൈ വോൾട്ടേജ് ആണോ എന്നൊക്കെ മനുവും ചോദിക്കുന്നുണ്ടായിരുന്നേ. അപ്പോൾ രോഹിത്തിൻ്റെ ദേഷ്യവും കാര്യങ്ങളൊക്കെ അലീന ബബിത അങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്ന് മനു പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ അലീന നോക്കിയിട്ടും രക്ഷയില്ല അല്ലേ എന്നിങ്ങനെ മനു ചോദിക്കുമ്പോൾ അലീന ചേച്ചി പറ്റാവുന്ന അത്രയും ഇങ്ങനെ ശ്രമിക്കുന്നുണ്ട്, അലീന ചേച്ചിയുടെ ക്ഷമ സമ്മതിക്കണം, ഞാനാണെങ്കിൽ ഇട്ടിട്ട് പോയേനെന്ന് പറഞ്ഞിട്ട് കൃഷ്ണമോൾ. അപ്പോൾ ബബിത പറയുന്നുണ്ട്, ബബിതയ്ക്ക് അതങ്ങ് ഇഷ്ടമാവുന്നില്ല കേട്ടോ. അപ്പോൾ അലീന എന്നാ ചെയ്തിട്ടാണ് ഇപ്പോൾ രോഹിയേട്ടന് ജാമ്യം കിട്ടിയത് തന്നെ അവൾ കാരണമാണെന്നൊക്കെയാണ് ഇവിടെ ഇങ്ങനെ പറഞ്ഞു വരുന്നത്. അവളെ വലിയൊരു പുണ്യാളത്തെ ആക്കി വെക്കുന്നത് എന്തിനാണെന്ന് എനിക്ക് മനസ്സിലായില്ല. അലീന തന്നെ പറഞ്ഞല്ലോ ഇങ്ങനെ രോഹിയേട്ടന് വേണ്ടിയിട്ട് അവൾ ശരണ്യനോട് റെക്കമെൻഡ് ചെയ്തിട്ടില്ല എന്ന്. ശരണ്യ മൊഴി ഇങ്ങനെ മാറ്റി പറഞ്ഞുകൊണ്ടല്ലേ രോഹിയേട്ടൻ രക്ഷപ്പെട്ടതെന്ന് ചോദിക്കൂട്ടോ മനുവിനോട്. അപ്പോൾ അത് തന്നെയാണ് എന്ന് പറയുക. എന്നിട്ട് ബബിതേനെ വിളിച്ചിട്ട് അങ്ങോട്ടേക്ക് കൊണ്ടുപോകും കേട്ടോ. രണ്ടുപേരോട് അവിടെ സോഫയിൽ ഇരിക്കാൻ പറയുന്നുണ്ട്. എന്നിട്ട് ഫോണിൽ അലീനയെ ആ കോളനിയിലേക്ക് പോയ സമയത്ത് മണ്ണെണ്ണ ഒഴിച്ച് കത്തിക്കാൻ ശ്രമിച്ചിട്ടുണ്ടായിരുന്നല്ലോ, ആ വീഡിയോ ഒക്കെ അവർക്ക് ഇങ്ങനെ കാണിച്ചു കൊടുക്കും. അത് കാണുമ്പോൾ ബബിത ചോദിക്കുന്നുണ്ടായിരുന്നു, കൊല്ലാൻ പോവുമായിരുന്നു എന്ന്. അപ്പോൾ മനു പറയും, തീപ്പെട്ടി കത്തിയില്ല എന്നേ ഉള്ളൂ, മണ്ണെണ്ണ ഒഴിച്ച് കുളിപ്പിച്ച് നിർത്തിയിരിക്കുകയായിരുന്നു എന്ന് പറയും. അപ്പോൾ ഷാജി വന്നാണല്ലോ അലീനയെ പിടിച്ചു കൊണ്ടുപോയത്. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ കാണിച്ചു കൊടുക്കുന്നുണ്ട്. ഓട്ടോക്കാരൻ ഷാജിനെ കുറിച്ചൊക്കെ പറഞ്ഞു കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ അതിനുശേഷം അവൾ അങ്ങോട്ടേക്ക് പോയോ എന്ന് ബബിത ചോദിക്കുമ്പോൾ ബാക്കിയുടെ കണ്ടു നോക്കുക എന്ന് പറയും. അപ്പോൾ ശരണ്യൻ്റെ വീട്ടിൽ പിന്നെ അവൾ പോയല്ലോ അലീന. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അപ്പോൾ എന്തിനാ അവൾ അങ്ങോട്ടേക്ക് പിന്നെയും പോയതെന്നൊക്കെ ബബിത ചോദിക്കും. മനു പറയുന്നുണ്ടായിരുന്നു, അവൾക്ക് ഇങ്ങനെ ശരണ്യനെ കണ്ട് അവൾക്ക് സമാധാനം കൊടുക്കണം, അവളെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരണം, ആ ഒരു ലക്ഷ്യം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, അതിന് വേണ്ടിയിട്ടാണ് അലീന എന്നും അങ്ങോട്ടേക്ക് പോയിട്ടുണ്ടായിരുന്നത് എന്ന് പറയേ. അപ്പോൾ അവൾക്ക് ധൈര്യം കൊടുത്തു. പിന്നീട് നാട്ടുകാരുടെ മുന്നിലൂടെ ഒന്നും സംഭവിക്കാത്ത പോലെ ശരണ്യനെ നടത്തി എന്നൊക്കെ പറഞ്ഞു കൊടുക്കുകയാണ് കേട്ടോ. അത് കഴിഞ്ഞ് മനു ബബിതയോട് പറയുന്നുണ്ടായിരുന്നു, അതിൻ്റെ ഒരു റിഫ്ലക്ഷൻ തന്നെയാണ് ഇങ്ങനെ ശരണ്യ മൊഴി മാറ്റി പറഞ്ഞതും കോടതിയിൽ അലീനയോട് സത്യം പറഞ്ഞ ശരണ്യയ്ക്ക് പിന്നെ കോടതിയിലും ഇങ്ങനെ സത്യം പറയാനുള്ള ധൈര്യം കിട്ടിയത് അതുകൊണ്ടൊക്കെ തന്നെയാണെന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുന്നുണ്ടായിരുന്നു കേട്ടോ. രോഹിതിന് വേണ്ടി ശരണ്യനോട് റെക്കമെൻഡ് ചെയ്യാൻ പറഞ്ഞിട്ടും അലീന അതുകൊണ്ട് തന്നെയാണ് അതൊന്നും ചെയ്യാതിരുന്നത്. സ്വാർത്ഥ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് അവൾ ഒന്നും ചെയ്യാതിരുന്നതും അവൾ ചെയ്ത പ്രവൃത്തിയിൽ അവൾക്ക് നല്ല വിശ്വാസം ഉണ്ടായതുകൊണ്ടാണെന്ന് പറയുന്നുണ്ട്. പിന്നീട് കൃഷ്ണമോൾ പറയുന്നുണ്ട്, മനയോട്ട ആ ക്ലിപ്പിങ്സൊക്കെ എൻ്റെ ഫോണിലേക്കും കൂടെ ഒന്ന് അയച്ചു തരുമോയെന്ന്. അപ്പോൾ അതിനെന്താ അയച്ചു തരാമെന്ന് പറഞ്ഞിട്ട് മനു അയച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ബബിത ചോദിക്കുന്നുണ്ട്, മനുവേട്ടന് ഈ ക്ലിപ്പിങ്സൊക്കെ എവിടെ നിന്നാണ് കിട്ടിയെന്ന്. അപ്പോൾ മനു പറയും, അത് എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ സിസ്റ്റർ കല്യാണം കഴിച്ചു കൊണ്ടുപോയിട്ടുള്ളത് ആ കോളനിയിലേക്കാണ്, അങ്ങനെ കിട്ടിയതാണെന്ന് പറയും കേട്ടോ. പിന്നീട് അലീന അപ്പോഴേക്കും ജ്യൂസൊക്കെ ആയിട്ട് വരുന്നുണ്ട്. മനുവേട്ട ഇവിടെ വന്നിരിക്കുകയെന്ന് പറയും കേട്ടോ മനുവിനോട്. അപ്പോൾ അലീനനെ ഇപ്പോൾ കാണാൻ കിട്ടുന്നില്ലല്ലോ, ബിസി ആയിരുന്നു എന്ന് നോക്കുമ്പോൾ കുറച്ച് ബിസി ആയിരുന്നു എന്ന് പറയുന്നുണ്ടായിരുന്നേ. പിന്നീട് രോഹിത്തിൻ്റെ കാര്യമൊക്കെ സംസാരിക്കുകയാണ് അവർ. അപ്പോൾ അങ്ങനെ രോഹിത്ത് ഭയങ്കര ദേഷ്യത്തിലാണെന്ന് പറഞ്ഞു. അലീന നോക്കിയിട്ടൊന്നും നടക്കുന്നില്ല എന്നൊക്കെ ചോദിക്കും കേട്ടോ. അപ്പോൾ
അലീനയാണെങ്കിലും പറയുന്നുണ്ടായിരുന്നു അവൻ്റെ ഐഡൻറ്റിറ്റി എല്ലാം കരി പിടിച്ചു പോയല്ലോ, ഇപ്പോൾ അവനൊരു ചതുപ്പിൽ നിൽക്കുന്ന പോലെയാണ്, തല മാത്രമേ പുറത്തുള്ളൂ, ബാക്കിയെല്ലാം ഇനിയിപ്പോൾ കഴുകി വൃത്തിയാക്കി എടുക്കണം എന്ന് പറയുമ്പോൾ അലീനയെ കൊണ്ട് നടക്കുമോ നോക്കിയിട്ട് മനു. അപ്പോൾ നടക്കുമെന്നാണ് എൻ്റെ പ്രതീക്ഷ എന്ന് പറയുമ്പോൾ ഒരു ബെസ്റ്റ് ഓഫ് ലക്ക് ഒക്കെ പറയുന്നുണ്ട് കേട്ടോ മനു. എന്നിട്ട് പിന്നെ അവിടെ ഇരുന്ന് ജ്യൂസൊക്കെ കുടിക്കും. അത് കഴിഞ്ഞ് പിന്നെ രാത്രി രോഹിത്തിനുള്ള കഞ്ഞിയുമായിട്ട് മുകളിലേക്ക് പോവുകയാണ് അലീന. അപ്പോൾ കൃഷ്ണമോൾ ചോദിക്കുന്നുണ്ട് രോഹിതനോട് ചോദിച്ചിട്ടാണ് ഇത് കൊണ്ടുപോകുന്നത്, ചോദിച്ചിട്ട് കൊണ്ടു കൊടുത്താൽ പോരെ, അല്ലെങ്കിൽ ഒറ്റ തട്ടിനെ തെറിപ്പിച്ച് കളയും എന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ചോദിച്ചാൽ വേണ്ടാന്നല്ലേ പറയുള്ളൂ, അവൻ തെറിപ്പിക്കുകയാണെങ്കിൽ തെറിപ്പിക്കട്ടെ, എത്ര തവണ ഇങ്ങനെ തട്ടി തെറിപ്പിക്കാൻ പറ്റും, ഇങ്ങനെ ഭക്ഷണം കഴിക്കാതിരിക്കാൻ പറ്റില്ലല്ലോ മനുഷ്യനല്ലേ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് കൊണ്ടു കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ബാലേന്ദ്രൻ അവിടെ ഉണ്ട്, അപ്പോഴും ചോദിക്കുന്നുണ്ട് കേട്ടോ രോഹിത്തിനോട് ചോദിച്ചിട്ടാണ് അത് കൊണ്ടുപോകുന്നതെന്ന്. അപ്പോൾ ചോദിച്ചാലും വേണ്ടാന്നല്ലേ പറയുള്ളൂ എന്ന് അലീന പറയുമ്പോൾ ഇനിയിപ്പോൾ അത് കൊണ്ടു കൊടുത്താലും അവൻ അതന്നെ പറയുള്ളൂ എന്ന് പറയേ. അപ്പോൾ എന്തായാലും ഞാനൊന്ന് കൊടുത്തു നോക്കട്ടെ, അച്ഛൻ ഇവിടെ നിൽക്കേണ്ട പോയിക്കോ എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. പക്ഷേ ബാലേന്ദ്രൻ അവിടെ തന്നെ നിൽക്കുകയാണ്. അലീന കുറേ വിളിക്കുമ്പോഴും രോഹിത് വാതിലൊന്നും തുറക്കുന്നില്ല കേട്ടോ. അപ്പോൾ അച്ഛനൊന്ന് വിളിച്ച് നോക്കിക്കേ എന്ന് പറയും. അങ്ങനെ ബാലേന്ദ്രനെ വിളിക്കുന്നുണ്ട്. രോഹിത്താണെങ്കിലും ഈ സമയത്ത് ഭയങ്കര അസ്വസ്ഥനായിട്ടാണ് കേട്ടോ അവിടെ ബെഡിലിരിക്കുന്നത്. അവൻ എന്തൊക്കെയോ ഇറിറ്റേഷനും കാര്യങ്ങളൊക്കെ ഉണ്ട്, അത് പ്രകടിപ്പിച്ചുകൊണ്ടാണ് അവിടെ ഇരിക്കുന്നത്. അപ്പോൾ ബാലേന്ദ്രനും ദേഷ്യപ്പെട്ടാട്ടോ വിളിക്കുന്നത്. അപ്പോൾ രോഹിത്താണെങ്കിലും അങ്ങ് ദേഷ്യത്തോടെ തന്നെയാണ് വാതിൽ തുറക്കുന്നത്. എന്താ വേണ്ടതെന്ന് വെച്ചിട്ട്. അപ്പോൾ കുറച്ച് കഞ്ഞി കുടിക്കാൻ പറയും. അത് പറയുന്നതും ആ കഞ്ഞിപ്പാത്രം അങ്ങ് ഒറ്റത്തട്ടാണ് കേട്ടോ രോഹിത്ത് തട്ടുന്നത്. ബാലേന്ദ്രന് അങ്ങ് ദേഷ്യം വരുന്നുണ്ടായിരുന്നേ. നീ എന്താടാ കാണിച്ചതെന്ന് പറഞ്ഞിട്ട് അങ്ങ് ദേഷ്യപ്പെടുകയാണ്. അലീന പറയുന്നുണ്ട് അച്ഛാ വേണ്ട. ബാലേന്ദ്രനാണെങ്കിൽ അവനെ അടിക്കാനൊക്കെ പോകുന്നുണ്ട് കേട്ടോ. പച്ച വേണ്ടാന്ന് പറഞ്ഞ് തടയും. രോഹിത് പറയുന്നത് അടിച്ചോ എന്നെ കൊന്നോ എന്നൊക്കെ തന്നെയാണ് കേട്ടോ പറയുന്നത്. അപ്പോൾ അലീനയുടെ കയ്യിൽ കറിയുടെ ആ പാത്രങ്ങളൊക്കെ ഉണ്ടായിരുന്നു, കഞ്ഞിയുടെ പാത്രം മാത്രമേ രോഹിത് താഴെ ഇട്ടിട്ടുള്ളൂ. അപ്പോൾ ബാലേന്ദ്രൻ അതങ്ങ് നീട്ടി പിടിച്ചിട്ട് അതും കൂടെ തട്ടാൻ പറയുന്നുണ്ട്. ധൈര്യം ഉണ്ടെങ്കിൽ അതൊന്ന് തട്ടി നോക്കടാന്ന് പറയേ. അപ്പോഴേക്കും അലീന അത് പിടിച്ച് വാങ്ങുന്നുണ്ട് കേട്ടോ. അപ്പോൾ എന്തിനാ മോളെ ഇവനെ ജാമ്യത്തിൽ ഇറക്കി കൊണ്ടുവന്നത്, ഇവന് വേണ്ടിയിട്ട് നമ്മൾ എന്തിനാ ഇത്രയും കഷ്ടപ്പെട്ടതെന്ന് നോക്കുമ്പോൾ ആര് പറഞ്ഞു എന്നെ ജാമ്യത്തിൽ ഇറക്കാൻ, ഞാൻ പറഞ്ഞോ എനിക്ക് ആ ജയിലിൽ തന്നെ കിടന്നാൽ മതിയായിരുന്നു എന്നൊക്കെയാണ് രോഹിത് പറയുന്നത്. എന്തായാലും അത് പറഞ്ഞിട്ട് അവനങ്ങ് വാതിലങ്ങ് അടച്ചിക്കൂട്ടോ, ഡോറങ്ങ് വലിച്ചടയ്ക്കും. അപ്പോൾ സങ്കടപ്പെട്ടുകൊണ്ട് നിൽക്കുകയാണ്. അലീനയാണെങ്കിലും ബാലേന്ദ്രനാണെങ്കിലും ആകെ ദേഷ്യം വന്ന് നിൽക്കുന്നുണ്ട്. ബാലേന്ദ്രനെ എങ്ങനെയൊക്കെയോ അവിടുന്ന് പറഞ്ഞയക്കുന്നുണ്ട് കേട്ടോ അലീന. അച്ഛൻ ഇവിടുന്ന് പോയിക്കോ, ഞാനിത് കൈകാര്യം ചെയ്തോളാം എന്ന് പറഞ്ഞ് പറഞ്ഞയക്കുന്നുണ്ട്. പിന്നീട് ബാലേന്ദ്രൻ റൂമിലെത്തിയിട്ട് ഗോവർദ്ധനെ വിളിക്കുകയാണ് കേട്ടോ. എന്നിട്ട് പറയുന്നുണ്ടായിരുന്നു എനിക്കൊരു ആശാരിനെ കിട്ടണം എന്ന് പറയൂ കേട്ടോ. അപ്പോൾ സമയം 9 മണി കഴിഞ്ഞു. ബാലേട്ട ഞാൻ എവിടെ പോയിട്ട് ആളെ കൊണ്ടുവരാനാന്ന് നോക്കുമ്പോൾ അതൊന്നും എനിക്കറിയണ്ട, പൈസ എത്ര വേണേലും കൊടുക്കാമെന്ന് പറയുമ്പോൾ ഞാൻ നോക്കാമെന്ന് പറയുമ്പോൾ നോക്കാമെന്നുള്ള മറുപടിയല്ലേ എനിക്ക് വേണ്ടത്, എനിക്ക് ഈ രാത്രി തന്നെ ആളെ കിട്ടണം എന്ന് പറയും കേട്ടോ. എന്നിട്ട് എന്തായാലും കോള് കട്ട് ചെയ്യും. അത്രയ്ക്കും ദേഷ്യം ഉണ്ട് കേട്ടോ ബാലേന്ദ്രന്. പിന്നീട് അലീനയാണെങ്കിൽ രോഹിത് തട്ടിത്തെറിപ്പിച്ച ആ കഞ്ഞിയും ഇതെല്ലാം തുടച്ചു മാറ്റാൻ വേണ്ടിയിട്ട് മോപ്പും ബക്കറ്റൊക്കെ ആയിട്ട് വരികയാണ് കേട്ടോ. ബബിതയാണെങ്കിലും ഇതെല്ലാം കണ്ട് രസിച്ച് അവിടെ നിൽക്കുകയാണ്. അപ്പോൾ കൃഷ്ണമോള് ചോദിക്കുകയും ചെയ്യുന്നുണ്ട് കേട്ടോ, ചേച്ചിക്ക് ഇതെല്ലാം കണ്ട് ഒരു കളി കാണുന്ന ഒരു രസമാണല്ലേ എന്ന് ചോദിക്കുമ്പോൾ കാണാനൊരു രസമൊക്കെ ഉണ്ട്, പക്ഷെ അത് സ്ലോ മോഷനിൽ കാണണം, അത് ഇവിടെ പറ്റത്തില്ലല്ലോ എന്നാണ് കേട്ടോ ബബിത പറയുന്നത്. പിന്നീട് രോഹിത്തിന് അലീന കഞ്ഞി കൊണ്ടു കൊടുത്തതിനെ കുറ്റപ്പെടുത്തി സംസാരിക്കുകയാണ്. അവൾക്ക് എന്തിൻ്റെ കേടായിരുന്നു, ഏതാണ്ടൊക്കെ ചെയ്യുമെന്ന് പറഞ്ഞാണല്ലോ ഇവിടെ ഓരോന്ന് ചെയ്യുന്നത്, എന്നിട്ട് ഇപ്പം എന്തായി എന്നൊക്കെയാണ് കേട്ടോ ചോദിച്ചിങ്ങനെ ഓരോന്ന് കുറ്റപ്പെടുത്തി സംസാരിക്കുന്നത്. അപ്പോൾ കൃഷ്ണമോളും പറയുന്നുണ്ടായിരുന്നു അലീന ചേച്ചി ആയതുകൊണ്ടാണ് ഇത്രയും ക്ഷമിക്കുന്നത്, എന്നെ കൊണ്ടൊന്നും പറ്റത്തില്ല, ചേച്ചീനെ കൊണ്ട് പറ്റുമോ, ചേച്ചീൻ്റെ കൂടെപ്പിറപ്പിനെ എങ്ങനെ നോക്കാനേ എന്നിങ്ങനെ കൃഷ്ണമോൾ ബബിതയോട് ചോദിക്കുമ്പോൾ ബബിതയ്ക്കും പറ്റത്തില്ല കേട്ടോ, എനിക്ക് എന്തിൻ്റെ കേടാന്നാണ് ബബിതയും പറയുന്നത്, ഇങ്ങനെയൊക്കെ ചെയ്യാനെന്നാട്ടോ പറയുന്നത്. അപ്പോൾ ചേച്ചിക്കും ഇങ്ങനെ ഒരു അവസ്ഥ വന്നാൽ ആരും നോക്കേണ്ടി വരില്ല അല്ലേ എന്നൊക്കെ ഇങ്ങനെ കൃഷ്ണമോൾ ചോദിക്കും. എന്നിട്ട് കൃഷ്ണമോൾ പറയുന്നുണ്ടായിരുന്നു ചേച്ചിക്കൊരു തേനീച്ചത്തലയുണ്ടല്ലോ, അയാൾ എന്തായാലും ചേച്ചീനെ തേച്ചിട്ട് പോകുമെന്ന് അറിയും കേട്ടോ. അപ്പോൾ ബബിത ചോദിക്കുന്നുണ്ട് അതെങ്ങനെ അവൻ എന്നെ തേച്ചിട്ട് പോകുന്നത് നിനക്കറിയാവുന്നതെന്ന് ചോദിക്കുമ്പോൾ ഇത്രയും ലക്ഷണം കെട്ട ഒരു മുഖം ഞാൻ എൻ്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല, അവൻ ചേച്ചീനെ തേച്ചിട്ട് പോകുന്ന ഉറപ്പാണ്, വെറുതെ ചുമരിൽ തേച്ചിട്ട് പോവല്ല, ചവിട്ടി തേച്ചിട്ട് തന്നെ പോവും, അതെനിക്ക് കാണണമെന്ന് കൃഷ്ണമോള് പറയുന്നുണ്ട് കേട്ടോ. പിന്നീട് ബബിതയാണെങ്കിൽ അത് കേൾക്കുമ്പോൾ ചെറിയൊരു ടെൻഷനോടുകൂടി നിൽക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് അലീന താഴേക്ക് വരികയാണ് കേട്ടോ, അവിടെ എല്ലാം ക്ലീൻ ചെയ്തിട്ട്. അപ്പോൾ കൃഷ്ണമോൾക്ക് നല്ല സങ്കടം ഉണ്ട് കേട്ടോ, അലീന ഇത്രയൊക്കെ ചെയ്തിട്ടും ഇങ്ങനെ അവൻ ആ ഭക്ഷണം എല്ലാം തട്ടിത്തെറിപ്പിക്കാനല്ല. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ പറയുമ്പോൾ അലീന പറയുന്നുണ്ട് സാരമില്ലാന്നേ എന്ന് പറയുന്നുണ്ട് കേട്ടോ, അതെല്ലാം ഞാൻ നോക്കിക്കോളാം എന്നാണ് പറയുന്നത്. കൃഷ്ണമോൾ സങ്കടത്തോടുകൂടി നിൽക്കുകയാണ് കേട്ടോ അലീന അവിടുന്ന് പോകുമ്പോൾ. അത് കഴിഞ്ഞ് രോഹിത്തിനെയാണ് കാണിക്കുന്നത്. രോഹിത് ആകെ ഇങ്ങനെ അസ്വസ്ഥനായിട്ട് തന്നെയാണ് കേട്ടോ ഇരിക്കുന്നത്. അപ്പോൾ ബാലേന്ദ്രന് വന്നിട്ട് ഡോറിന് തട്ടി വിളിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ രോഹിത് ഡോർ തുറക്കും. അപ്പോൾ കാർപ്പൻറ്റർ വന്നിട്ടുണ്ടായിരുന്നു. എന്നിട്ട് അയാളോട് ബാലേന്ദ്രൻ പറയുന്നുണ്ടായിരുന്നു അതിൻ്റെ കുറ്റിയും കൊളുത്തും എല്ലാം എടുക്കാൻ വേണ്ടിയിട്ട് പറയുകയാണ് കേട്ടോ. അപ്പോൾ അത് വേണം സാറേ എന്ന് ചോദിക്കുമ്പോൾ പൈസ എത്ര വേണേലും തരാം, എല്ലാം എടുത്ത് കളഞ്ഞേക്കെന്നാണ് കേട്ടോ ബാലേന്ദ്രൻ പറയുന്നത്. അത് പറഞ്ഞിട്ട് ബാലേന്ദ്രൻ അവിടെ നിന്ന് പോവേ. പിന്നീട് അദ്ദേഹം ആണെങ്കിൽ ആ കുറ്റിയും കൊളുത്തൊക്കെ എടുക്കാനായിട്ട് തുടങ്ങുകയാണ്. അപ്പോൾ രോഹിത് ഇതെല്ലാം കണ്ട് ആകെ അസ്വസ്ഥനായിട്ടാണ് കേട്ടോ നിൽക്കുന്നത്. ഇത്രയാണ് ഇന്നത്തെ എപ്പിസോഡിൽ കാണിച്ചത്. റിവ്യൂ ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. താങ്ക്